ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഈ സാഹചര്യത്തിലാണ് വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് രംഗത്തെത്തിയതും. തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടക്കുന്നുവെന്നും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തകർക്കപ്പെടുന്നുവെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ നീക്കം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ചില തിരഞ്ഞെടുപ്പുകളിൽ നടന്ന ക്രമക്കേടുകളാണ്. വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും വ്യാജ വോട്ടർമാരുടെ പേരുകൾ ചേർക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു. ഇത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുമെന്നും നീതിയുക്തമായി തിരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കൂടാതെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും വോട്ട് ചെയ്യിക്കുന്നതും വോട്ട് അസാധുവാക്കുന്നതും വ്യാപകമായി കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടർമാരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഈ പ്രവണത ജനാധിപത്യത്തിന് കളങ്കമാണ്.